ശബരിമലയിലെ ദീപാരാധനയ്ക്ക് ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പൊന്നമ്പലമേടിന്റെ വിദൂര ദൃശ്യം പ്രേക്ഷകർക്ക് കാണാം. വിവിധ സ്ഥലങ്ങളിൽ നിന്നാൽ പൊന്നമ്പലമേട് കാണാൻ കഴിയും. ആ ഇടങ്ങളിലൊക്കെ അയ്യപ്പ ഭക്തർ കാത്തു നിൽക്കുകയാണ്. തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന തൊഴാൻ വേണ്ടി ശ്രീകോവിലിന് മുന്നിൽ ആളുകൾ കാത്തു നിൽക്കുന്നു. ലോകത്തെമ്പാടും ഈ സന്ധ്യാസമയം, ഈ സംക്രമ സന്ധ്യാസമയം ഈ ദീപാരാധന കാണുന്നതിനും അത് മനസ്സിലാണെങ്കിലും ഒന്ന് വണങ്ങുന്നതിനും അയ്യപ്പ വിശ്വാസികൾ അങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവരുടെ ജീവിതത്തിലെ ആഗ്രഹ പൂർത്തീകരണത്തിന്റെ ഒരു ധന്യ നിമിഷം കൂടിയാണ് ശബരിമലയിലെ ഈ പൊന്നു പൂങ്കാവനത്തിലെ ഈ ദീപാരാധന. അയ്യപ്പൻ എൻ്റെ അകത്താണ്, അയ്യപ്പ തിന്തകത്വം എന്ന് പറയുന്നത് അയ്യപ്പൻ എൻ്റെ അകത്താണ്, സ്വാമി എൻ്റെ അകത്താണ്. അതാണ് അയ്യപ്പ തിന്തകത്വവും സ്വാമി തിന്തകത്വവും എന്ന് നമ്മൾ പറയുന്ന. അയ്യപ്പൻ എൻ്റെ അകത്വവും സ്വാമി എൻ്റെ അകത്വവും. അയ്യപ്പൻ എൻ്റെ അകത്താണ്, സ്വാമി എൻ്റെ അകത്താണ്. അതാണ് ലോപിച്ചാണ് അയ്യപ്പ തിന്തകത്വവും സ്വാമി തിന്തകത്വവും. അങ്ങനെ നമ്മൾ പേട്ട തുള്ളുമ്പോൾ മഹിഷി നിഗ്രഹത്തിന് ശേഷം വന്ന അയ്യപ്പന് അങ്ങനെ അയ്യപ്പൻ എൻ്റെ അകത്താണ്, സ്വാമി എൻ്റെ അകത്താണെന്ന് പറഞ്ഞ് അയ്യപ്പൻ്റെ ഭൂതഗണങ്ങളും വിശ്വാസികളും ഒക്കെ അയ്യപ്പനെ സ്വാഗതം ചെയ്തത് അങ്ങനെയാണ്. അങ്ങനെ അയ്യപ്പൻ എൻ്റെ അകത്താണ് എന്ന് ശ്രീകോവിലിന് മുന്നിൽ പ്രാർത്ഥിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും ആ ശ്രീകോവിലിന് മുന്നിൽ പ്രാർത്ഥിച്ചു നിൽക്കുന്ന ഭക്തലക്ഷങ്ങളാണ്, ഭക്തകോടികളാണ് ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ ധർമ്മ വിശ്വാസികൾ. അവരുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ, ഏറ്റവും കമനീയമായ ഒരു ദിവസമാണ്, ഒരു സമയമാണ് ഈ വൈകുന്നേരം എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇതാ പൊന്നു 18-ാം പടി സ്വർണ്ണവർണ്ണമായി നിൽക്കുകയാണ്. അങ്ങ് ശ്രീകോവിലിന് മുന്നിൽ ഏത് സമയവും നട തുറക്കുന്നതും കാത്തു നിൽക്കുന്ന അയ്യപ്പ വിശ്വാസികൾ അങ്ങ് പൊന്നമ്പലമേട്ടിൽ ദീപാരാധന നടക്കുന്നത് ദർശിക്കുന്നതിന്, വണങ്ങുന്നതിന് ഇടത്താവളങ്ങളിലടക്കം കാത്തു നിൽക്കുന്ന ഭക്തലക്ഷങ്ങൾ. അങ്ങനെ ശബരിമല സന്നിധാനത്തു മാത്രമല്ല ലോകമെമ്പാടും അയ്യപ്പ മന്ത്രം മുഖരിതമാവുകയാണ്, അയ്യപ്പ മന്ത്രം മുഴങ്ങുകയാണ്. താരക ബ്രഹ്മം ജ്യോതിസ്വരൂപനായ അയ്യപ്പനെ ശരണം വിളിച്ച്, അയ്യപ്പനാണ് ശരണമെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ വിശ്വാസികൾ ഇതാ ഈ സന്ധ്യാസമയം അവരവരുടെ വീടുകളിലും മനസ്സുകൊണ്ട് സന്നിധാനത്തുമൊക്കെ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കുന്ന ഒരു ധന്യമായ സമയത്തു കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങ് ചക്രവാളത്തിൽ ഇരുട്ടു പരന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴും ആ അയ്യപ്പന്റെ പൂങ്കാവനത്തിൽ എപ്പോൾ വേണമെങ്കിലും ദീപാരാധന നടക്കാം. അയ്യപ്പന്റെ സന്നിധിയിൽ എപ്പോൾ വേണമെങ്കിലും ദീപാരാധന നടക്കാം. അങ്ങനെ ശബരിമല സന്നിധാനം ദീപാരാധനയ്ക്ക് സജ്ജമായി. അത് ദർശിക്കുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് ആളുകൾ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഇടത്താവളങ്ങളിലും ഒക്കെ കാത്തു നിൽക്കുന്നു. മറ്റു വിശ്വാസികൾ അവരവരുടെ വീടുകളിൽ മനസ്സുകൊണ്ട് ശ്രീകോവിലിന് മുന്നിൽ ശബരിമല ദീപാരാധനയ്ക്ക് നട തുറന്നിരിക്കുകയാണ്. ദീപാരാധനയുടെ ചടങ്ങുകളിലേക്ക് സന്നിധാനം സാവധാനം നീങ്ങുകയാണ്. 6:40 നേരത്തെ തീരുമാനിച്ച സമയം. ആ സമയത്തേക്ക് എത്തുന്നു. അതിൻ്റെ നട എപ്പോൾ വേണമെങ്കിലും തുറക്കാം എന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള ആദ്യ മണി അവിടെ മുഴങ്ങിയിരിക്കുകയാണ്. അത് എല്ലാവരും തയ്യാറായി നിൽക്കുകയാണ്. കർപ്പൂര ദീപങ്ങളൊക്കെ കത്തിക്കാം, കർപ്പൂര ആഴിയിലേക്ക് കൂടുതൽ കർപ്പൂരങ്ങൾ അർപ്പിക്കാം. അതിനൊക്കെയുള്ള സമയം ആയിരിക്കുകയാണ്. ലോകത്തിന് മുഴുവൻ ഹിതം പകരുന്ന, ലോകത്തിന് മുഴുവൻ സുഖം പകരുന്ന, ലോകത്തിന് മുഴുവൻ മംഗളം ഭവിക്കണമെന്ന ആ മന്ത്രം സന്നിധാനത്ത് അവിടെ ശ്രീകോവിലിൽ മേൽശാന്തി ജപിച്ച് പുഷ്പങ്ങൾ അർപ്പിച്ച് ആ തിരുവാഭരണങ്ങളൊക്കെ ചാർത്തിയ അയ്യപ്പന്റെ രൂപം ദർശിക്കുന്നതിന് ശ്രീകോവിലിന് മുന്നിൽ ഇങ്ങനെ ആളുകൾ കാത്തു നിൽക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തത്വമസിയും അഹം ബ്രഹ്മാസ്മിയും ഉൾപ്പെടെ വേദങ്ങൾ സൃഷ്ടിക്കുന്ന, അല്ല വേദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആ മഹാവാക്യങ്ങൾ, അതൊക്കെ ഓരോ ഭക്തനും അയ്യപ്പൻ ഭക്തനും ഒന്നാണ്. മാനവനും മാധവനും ഒന്നാണ്. മാധവസേവ തന്നെയാണ് മാനവസേവ എന്ന് പറയുന്ന, മാനവസേവ തന്നെയാണ് മാധവസേവ എന്ന് പറയുന്ന ലോകത്തെ അത്യപൂർവ തീർത്ഥാടന കേന്ദ്രം, അതിൻ്റെ ദീപാരാധനയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആ ക്ഷേത്രം, അതിൻ്റെ പ്രതിഷ്ഠ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ മുഹൂർത്തം, അതിൽ ദീപാരാധനയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണത്. ക്ഷേത്രം അതിൽക്കകത്ത് തിരുമുറ്റത്ത് നടപ്പന്തലിലും മാത്രമല്ല ഇടത്താവളങ്ങളിലും എവിടെയൊക്കെയാണോ പൊന്നമ്പലമേട് കാണാൻ കഴിയുന്നത് അവിടെയൊക്കെ ആളുകൾ കാത്തു നിൽക്കുകയാണ്. അല്ലെങ്കിൽ വീടുകളിൽ കാത്തു നിൽക്കുകയാണ്. അയ്യപ്പ വിഗ്രഹം വണങ്ങുന്നതിന് വേണ്ടി മനസ്സുകൊണ്ട് അവരൊക്കെ ശ്രീകോവിലിന് മുന്നിലാണ്. പണ്ട് സുകുമാർ അഴീക്കോടിനോടൊരു ചോദ്യം ചോദിച്ചു, എന്തിനാണ് ശ്രീകോവിലിൽ നോക്കുമ്പോൾ നമ്മൾ കണ്ണടയ്ക്കുന്നത് എന്ന്. അഴീക്കോട് മാഷ് പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, അത് വിഗ്രഹത്തിന് പിന്നിലെ വെളിച്ചത്തെ കാണാനാണ്. വിഗ്രഹത്തിന് പിന്നിലെ വെളിച്ചം
ഇതാ നമുക്ക് ആ വെളിച്ചം കാണാം, ആ ശബ്ദം കേൾക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.